ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു പർച്ചേസിങ് വീഡിയോ ആണ് കേട്ടോ. ഈവനിങ് ടൈമാണ് ഞങ്ങൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. വീട്ടിലെ കുറച്ച് ഗ്രോസറി ഐറ്റംസും മക്കൾക്കുള്ള ഐറ്റംസും ഒക്കെ കൂടി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും പോകണം എന്നാണ് വിചാരിച്ചിനി, പക്ഷേ എല്ലാം കൂടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും നൈറ്റായിപ്പോയി. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാരശ്ശേരി സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടുന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ച് നട്ട്സും പിന്നെ പീനട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള മറ്റ് ഗ്രോസറി ഐറ്റംസ് മൊത്തം അവിടുന്ന് പർച്ചേസ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ പോയിട്ടുള്ളത് എച്ച് സ്ക്വയർ ഫാർമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക് പോലുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആയാലും ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആയാലും എല്ലാം കൂടി ഉള്ള ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ. ഞാൻ എൻ്റെ അധികം ബ്യൂട്ടി പ്രോഡക്റ്റ്സും വാങ്ങാറുള്ളത് ഈ ഷോപ്പിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഞാനൊരു പ്ലമ്മിൻ്റെ ഒരു ഡേ ക്രീം ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ട് പറഞ്ഞാൽ അവർ വിളിച്ചിനെ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. പിന്നെ 1-2 വേറെ ഐറ്റംസും കൂടി പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു. അത് മൊത്തത്തിലെടുത്ത് അവിടുന്ന് ബില്ല് ചെയ്ത് പോന്നു. പിന്നെ ഞാൻ പോയിട്ടുള്ളത് കുറച്ച് പാത്രവും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കടല, ചെറുപയർ, മമ്പയർ അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡപ്പ, അങ്ങനത്തെ ഡപ്പ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ തന്നെയുള്ള വേറൊരു ഷോപ്പിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്നും നമുക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അപ്പം തന്നെ തിരിച്ച് റിട്ടേൺ പോന്നു. പിന്നെ വീട്ടിലേക്കെത്തി സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്നും കൂടി വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ. മൊത്തത്തിൽ ഒന്നായിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ഡേ ക്രീം. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ സാധനങ്ങൾ ഓരോന്നായിട്ട് അതിന് പുറത്തെടുക്കുന്നുണ്ട്. അത് മൊത്തത്തിൽ അവർ ഇങ്ങനെ അടുക്കടുക്കായിട്ടാണ് ആ ബോട്ടിൽസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ മോനിക്ക് ഫുഡൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ. കണ്ടപ്പോൾ ഒരു ക്യൂട്ടായിട്ട് തോന്നിയിട്ട് എടുത്തതാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസിലൊക്കെ ഇട്ട് കൊടുത്താൽ അവർ കഴിച്ചോളുമല്ലോ. പിന്നെ അത് ബാത്റൂമിലേക്കുള്ള ഒരു ഐറ്റമാണ്. പിന്നെ ഇത് വാഷ് ബേസിലേക്കുള്ള നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ സെറ്റാണ്. പിന്നെ ഇത് എനിക്ക് എൻ്റെ റൂമിലേക്ക് എൻ്റെ ഫോൺ സ്റ്റാൻഡിൻ്റെ ഒരു ടേബിൾ ഉണ്ട്, അതിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഈ ഡപ്പ മൊത്തത്തിൽ നമുക്ക് മക്കൾക്കുള്ള നട്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് വലിയ ഡപ്പ വാങ്ങിയിട്ടുള്ളത്. ഇതാണ് പിന്നെ മമ്പയർ, ചെറുപയർ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള 1.5 ലിറ്റർ 2.5 ലിറ്ററും ഒക്കെ വരുന്ന ബോട്ടിൽസാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഇത് മൊത്തത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ അന്ന് അതിൻ്റെ കൂടെ തന്നെ വാങ്ങിയിട്ടുള്ളതാണ് ഇങ്ങനെ സ്റ്റഡി ടേബിളും കൂടി. മോനിക്ക് ഇരുന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവരുടെ മിസ്സ് പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ ടേബിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്നുകൂടി എഴുതി പഠിക്കാനായാലും പഠിക്കാനും കൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ മോനിക്ക് ഒരു ടേബിളും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് അധിക വില ഒന്നുമില്ല, 500 സംതിങ് ഉള്ളൂ. നിലത്ത് ഇരുന്നിട്ട് വേണം കേട്ടോ അത് എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ഹൈറ്റുള്ള ചെയർ ആകുമ്പോൾ അവർക്ക് ഇരുന്ന് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ നിലത്ത് ഇരുന്ന് എഴുതുന്ന ടൈപ്പാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ഗ്രോസറി ഐറ്റംസൊക്കെ. അത് മൊത്തത്തിൽ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് മൊത്തം അതിൻ്റേതായ സാധനത്തിൽ ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ ഞാൻ എടുത്തത് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ പുറത്തെടുത്തിട്ട് മൊത്തത്തിൽ ഓരോ പാക്കിലാക്കിയിട്ട് ഓരോരോ ബോട്ടിൽസിലാക്കിയിട്ട് ഞാൻ മാറ്റി മാറ്റി വെക്കുന്നുണ്ട്. ഈ ന്യൂട്ടല്ല, മാഗി, ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിയിട്ടുള്ളത് തന്നെ അവർക്ക് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കൊടുക്കണമല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം ആകുമ്പം പെട്ടെന്ന് കഴിക്കും ചെയ്തോളും, വലിയ മടുപ്പും വരില്ല വെച്ചിട്ടാണ്. ഫ്രഷ് ക്രീം കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ഫ്രഷ് ക്രീം നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അതിൽ കട്ട് ചെയ്തിട്ട് ആ ക്രീം ഒഴിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കഴിച്ചോളും. അപ്പോൾ ഞാനിതായി വാങ്ങിയ പോട്ട് ഞാൻ എൻ്റെ ബെഡ്റൂമിൻ്റെ ഈ സൈഡിൽ ഈ ഒരു ചെറിയൊരു ടേബിൾ മാതിരി ഉണ്ട്, അതിമേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോന് വാങ്ങിയിട്ടുള്ള ടേബിൾ മേലാണ് പഠിത്തമൊക്കെ. അപ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇത് അവർക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള റൂമാണ് കേട്ടോ. പഴയ ഹാൻഡ് വാഷ് ഞാൻ അടുക്കള ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവെക്കുന്നുണ്ട്. കാരണം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് തന്നെ ഹാൻഡ് വാഷ് ചെയ്യൽ. അപ്പോൾ അത് ഞാൻ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്.
പുതിയത് ഞാൻ നമ്മളെ വാഷ് ബേസിൻ്റെ ആ ഏരിയയിൽ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് സമാധാനമായി എന്ന് വിചാരിക്കാനല്ല, ഇത് നമുക്കുള്ള പണിയാണ്. ഫുള്ളായിട്ട് ഇനി ക്ലീൻ ആക്കി എടുക്കണം. കുട്ടികളും ആയാലും ഈ അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ പൊട്ടിക്കുന്ന ടൈമിൽ മൊത്തത്തിൽ വലിച്ചു വാരിയിടും. അപ്പോൾ അത് മൊത്തം ഇനി ക്ലീൻ ആക്കണം. അപ്പോൾ അതാ എല്ലാം ഞാൻ ക്ലീൻ ആക്കി എല്ലാം അതിൻ്റെ പാത്രത്തിലും കാര്യത്തിലും ഒക്കെ ആക്കിയിട്ടുണ്ട്. ഈവനിങ് പുറത്ത് പോയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പം ഞാനത് വന്നതിന് ശേഷം മൊത്തത്തിൽ വാഷിംഗ് മെഷീനിലിട്ട് മൊത്തത്തിൽ അലക്കിയെടുത്ത് അതൊക്കെ ഒന്ന് ആറാനിട്ട് അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ.